Welcome to Kruger National Park AR360. It's a pleasure to have you here. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AR360യുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് ടാ. കാരണം നമ്മൾ ക്രൂഗർ നാഷണൽ പാർക്കിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെയാണ് അക്കോമഡേഷനിലെത്തി നമ്മൾ സ്റ്റേ ചെയ്തത്. ഇപ്പോൾ ഇന്ന കാലത്ത് നമ്മൾ ഒരു ക്രൂഗറിൽ നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ പോണ ഡ്രൈവ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ഗെയിം ഡ്രൈവ്. അത് കാണാൻ പോവാണ്. നല്ലൊരു മോർണിംഗ് ആണ്, നല്ലൊരു എനർജി ഉണ്ട്. നമ്മൾ ഇന്നലെ വന്ന് ഇവിടെ പൂളിൽ കുറച്ച് നേരം കളിച്ചു, സ്വിമ്മിങ് പൂളിൽ. പിന്നെ നമ്മൾ ഇവിടുത്തെ നല്ലൊരു ഡിന്നർ കഴിച്ചു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഇവിടുത്തെ സഫാരി, അതായത് മൃഗങ്ങളെ കാണാനായിട്ട് അവരുടെ തന്നെ ജീപ്പിൽ പോകണേനെയാണ് ഗെയിം ഡ്രൈവ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ റിസോർട്ടിൻ്റെ ഡ്രൈവിലാണ് പോയാണത്. ഇത് ആക്ച്വലി ക്രൂഗർ നാഷണൽ പാർക്കിന് ഉള്ളിലെ ഒരു അക്കോമഡേഷനാണ്. അപ്പോൾ ഒരു അടിപൊളി പ്ലേസ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൽ നമ്മൾ സ്റ്റേ എടുത്ത് കഴിയുമ്പോൾ ഈ പാക്കേജിൽ ആക്ച്വലി നമുക്ക് ഇവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ അക്കോമഡേഷനിലാട്ടോ നമ്മൾ താമസിച്ചത്. ഇനി മുന്നത്തെ വ്ളോഗിൽ ഞാനത് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക. അപ്പോൾ ഈ അക്കോമഡേഷനും ഇതൊക്കെ എങ്ങനെ ഇരിക്കുന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ എന്തായിരുന്നു, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ അടിപൊളി കാഴ്ചകൾ കാണിക്കുന്ന AR360 എന്ന് പറഞ്ഞ ചാനലാണ്. ഇത് എൻ്റെ പേര് ഐശ്വര്യ രാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു ചാനലിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാ സപ്പോർട്ടും ചെയ്തോണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. വർത്താനം പറഞ്ഞ സമയം കളയണ്ട. ഇവരെ ഒരു പ്രതിമ പോലെ ഉണ്ടാക്കിയിരിക്കുക. അവിടെ ഒരു ജീപ്പ് വേണ്ട, അങ്ങനത്തെ ജീപ്പിലായിരിക്കും നമ്മൾ സഫാരിക്ക് പോകണ്ടാവുക. ഇതാണ് അനുകുംബേനിൻ്റെ നക്കംബേനി സഫാരി ലോഡ്ജിൻ്റെ റിസപ്ഷൻ. അപ്പം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അതിരാവിലെ 5 മണി തൊട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊതുവെ, അതായത് മുട്ട, ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, പഴവർഗ്ഗങ്ങൾ, യോഗർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളതും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാണ്ട് കിച്ചണിൽ നിന്ന് നമുക്ക് മുട്ട പൊരിച്ചതും സോസേജും ഒക്കെ ഓർഡർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ സഫാരിക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിലാണ് നമ്മുടെ സഫാരിക്ക് പോകുന്നത്. ഇതാട്ടോ പൊതുവേ നമ്മൾ ഇവിടെ ഒരു സഫാരി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തരം ജീപ്പ് പോലത്തെ വണ്ടിയിലാണ് നമ്മൾ പോവുക. അപ്പോൾ ഇതിന് ഇത്തിരി ഓപ്പൺ ആയിരിക്കും, ഇത്തിരി എലവേറ്റഡ് ആയിരിക്കും, പൊക്കത്തിലായിരിക്കും. ഇത് ക്രൂഗർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് നോക്കിയാലോ. വായ ഇതാ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് ഒക്കെ. നമുക്കന്ന് നമ്മുടെ സഫാരിയുടെ ഗൈഡായിട്ട് കിട്ടിയത് ഒരു വെള്ളക്കാരനായ ഒരു സൗത്ത് ആഫ്രിക്കനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസെ. അദ്ദേഹം കുറേ കൊല്ലങ്ങളായിട്ട് അപ്പനപ്പൂപ്പന്മാരായിട്ട് ക്രൂഗർ നാഷണൽ പാർക്കിലുള്ള ആളാണ്. അത് കാരണം ക്രൂഗർ നാഷണൽ പാർക്കിനെ പറ്റിയിട്ട് എല്ലാ നല്ല വിവരങ്ങളും എല്ലാവിധ സ്ഥലങ്ങളുടെ അറിവും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ വണ്ടിയൊക്കെ ശരിയാക്കി നമ്മളെ കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കാം കേട്ടോ. Kruger Park is now nearly 100 years old. Yeah. So people, when they look at animals, it's aggressive, but we are not hurting the animals. So now over many generations, they've become used to the vehicles not being of any danger, and then it's very safe. If you stand up too much, sometimes animals will move away. Okay. So be careful not to frighten an animal. നമ്മളപ്പോൾ നമ്മുടെ സഫാരി റൈഡ് തുടങ്ങി. ഇതിപ്പോൾ
നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു വെഹിക്കിളിലാണ് നമ്മൾ പൊതുവെ ഇങ്ങനെ അക്കോമഡേഷനിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വെഹിക്കിളിലാണ് നമ്മൾ സഫാരിക്ക് പോവുക. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം വെഹിക്കിളിൽ നമ്മളിപ്പോൾ ഒരു കാർ റെൻറ്റിന് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറ് കൊണ്ട് നമുക്ക് ഇവിടെ സഫാരിക്ക് പോകാൻ പറ്റും. നമുക്ക് സെൽഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതൊരു പ്രശ്നമേ അല്ല. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ നാഷണൽ പാർക്കുകളിൽ ഒന്നാണ് ക്രൂഗർ നാഷണൽ പാർക്ക്. കൂടാണ്ട് ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന പാർക്കുമാണ് ഈ ക്രൂഗർ നാഷണൽ പാർക്ക്. ഈ ക്രൂഗർ നാഷണൽ പാർക്കിന് പീപ്പിൾസ് പാർക്ക് എന്നുള്ള ഒരു പേരും കൂടിയുണ്ട്. അങ്ങനെ നമ്മളുടെ ഗേറ്റിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടൊരു മൃഗമാണ് വാട്ടർ ബക്കുകൾ. വാട്ടർ ബക്ക് എന്ന് പറഞ്ഞാൽ ഒരുതരം മാൻ തന്നെയാണ്. ഈ മാനിൻ്റെ ഒരു പ്രത്യേകത ഇതിന് വലിപ്പം കൂടിയ മാനാണ്. ഇതിനെ എന്തുകൊണ്ടാണ് വാട്ടർ ബക്ക് എന്ന് വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനടുത്തായിട്ടാണ് ഇവ കാണപ്പെടുക. കാരണം ഇവയ്ക്ക് എല്ലാ ദിവസവും ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. പിന്നെ ഇവയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവ ഒരുതരം ഓയിലിയും ദുർഗന്ധം വമിക്കുന്ന ഒരുതരം പദാർത്ഥം പുറപ്പെടുവിക്കും. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങൾ ഇവയെ പിടിച്ച് അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പദാർത്ഥം ഇവർ പുറപ്പെടുവിക്കുന്നത്. പിന്നെ ഏകദേശം 3000 തൊട്ട് 7000 വരെയുള്ള വാട്ടർ ബക്കുകൾ ഈ ക്രൂഗർ നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ എവിടെ നോക്കിയാലും ചിലപ്പോൾ നമുക്ക് വാട്ടർ ബക്കുകളെ കാണാം. ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പിന്നിലായിട്ട് കാണുന്ന ഒരു വൈറ്റ് റിങ് ആണ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടർ ബക്കാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഈ ക്രൂഗർ നാഷണൽ പാർക്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ അവർ നമുക്ക് തരുന്ന കാര്യമാണ് മാപ്പ്. ആ മാപ്പ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിലെല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിൻ്റെ എല്ലാ വഴികളും നമുക്ക് ഡ്രൈവ് ചെയ്ത് സെൽഫ് ഡ്രൈവ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സെൽഫ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏതിൽ കൂടെയൊക്കെ പോകാമെന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ അനിമൽസിനെ കാണാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കൂടാണ്ട് ഈ ക്രൂഗറിൻ്റെ ഉള്ളിൽ റെസ്റ്റ് ക്യാമ്പ്സ് ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ആ ക്യാമ്പ് എന്താണെന്നുള്ളത്. ആ ക്യാമ്പിലും നമുക്ക് ഒരു ബോർഡ് ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ മൃഗങ്ങളെ കണ്ടു എന്നുള്ളത് ആ ബോർഡിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡ്രൈവായിട്ട് സ്വന്തം വണ്ടിയിൽ നമുക്ക് പോയിട്ട് ക്രൂഗർ നാഷണൽ പാർക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സഫാരി റൈഡ് എടുത്തുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ടിക്കറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല, മാപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇത് രണ്ടും ഉണ്ടായിരുന്നു. ഈ ക്രൂഗർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞത് 20,000 ചതുരശ്ര കിലോമീറ്റർ വലുപ്പമുള്ള ഒരു വലിയ പാർക്കാണ്. ലോകത്തിലെ തന്നെ വലിയ പാർക്കുകളിൽ ഒന്ന്. അവിടെ മൃഗങ്ങളെ കാണുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞത്. ആ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ബിഗ് 5 എന്ന് നമ്മൾ പറയുന്ന മൃഗങ്ങളെല്ലാം കാണാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ബിഗ് 5 എന്ന് പറഞ്ഞാൽ കാട്ടുപോത്തിനെയാണ് കണ്ടത്. 2 കാട്ടുപോത്തുകൾ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ് ആഫ്രിക്കൻ അപകടകാരികളായ കാട്ടുപോത്തുകൾ. നമ്മൾ വിചാരിക്കണേക്കാളും ശക്തിയും വലുപ്പവും ഉള്ളവയാണിത്. ഇവയ്ക്ക് 1.5 മീറ്റർ ഹൈറ്റും 750 കിലോഗ്രാമോളം ഭാരവും വരും. ഒരു കൂട്ടം കാട്ടുപോത്തുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം സിംഹങ്ങളെ തന്നെ തകർക്കാനുള്ള ശക്തി ഇവയ്ക്കുണ്ട്. ആ ഒരു രംഗമാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഇത് എനിക്ക് കിട്ടിയ ഒരു രംഗമല്ല, ഞാൻ പോയ അതേ സമയത്ത് തന്നെ അവിടെ നടന്നൊരു സംഭവമാണ്. അതാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. കാട്ടുപോത്തുകൾ എത്രത്തോളം അപകടകാരികളാണെന്നുള്ളൊരു ദൃശ്യമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയ ആഴ്ച ക്രൂഗർ നാഷണൽ പാർക്കിൽ നടന്നൊരു സംഭവമാണിത്. ഒരു കൂട്ടം കാട്ടുപോത്തുകൾ ചേർന്ന് ഒരു പെൺസിംഹത്തിനെ മൃഗീയമായി വധിച്ചു. ആ ഒരു കാഴ്ച, ആ ദാരുണമായ കാഴ്ചയാണിത്. ഇത് ലേറ്റസ്റ്റ് സൈറ്റിംഗ് എന്ന് പറഞ്ഞ സൈറ്റിൽ അവർ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇത് എത്രത്തോളം കാട്ടുപോത്തുകളുടെ ശക്തി ഉണ്ടെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇവിടെ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ കാട്ടുപോത്തുകൾ. ഏതൊരു നാഷണൽ പാർക്കിനേക്കാളും ക്രൂഗർ നാഷണൽ പാർക്കിന് നിങ്ങളറിയാത്ത കുറേ ചരിത്രങ്ങളുണ്ട്. പണ്ട് ഈ ക്രൂഗർ നാഷണൽ പാർക്ക് ആഫ്രിക്കൻ ഗോത്ര തലവന്മാരുടെ കയ്യിലായിരുന്നു. ഇഷ്ടംപോലെ മൃഗങ്ങൾ വേട്ടയാടപ്പെട്ടിരുന്നു. അപ്പോഴത്തെ പാർട്ടിയുടെ നേതാവായ പോൾ ക്രൂഗറാണ് 1898 ഈ ഒരു പാർക്ക് സാബി നേച്ചർ റിസർവ് എന്ന് പറഞ്ഞ ഒരു പാർക്കായിട്ട് രൂപപ്പെടുത്തിയത്. പിന്നീട് ഒരു 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ക്രൂഗർ നാഷണൽ പാർക്കായത്. പക്ഷേ അവിടെ നമ്മൾ വിട്ടുപോകുന്നൊരു കഥയുണ്ട് ആക്ച്വലി. ഇപ്പം നിങ്ങളീ കാണുന്നത് മാസ് കാറ്റിൽ ഗ്രേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്.
കുറേ കന്നുകാലികളെ കത്തിച്ച് കുഴിച്ചു മൂടിയ സ്ഥലമാണിത്. അതെന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഗോത്ര തലവൻ ഇവിടെ നിന്ന് വിട്ടുപോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ വെള്ള സർക്കാർ ആ തലവൻ്റെ എല്ലാ പശുക്കളെയും കൊന്ന് കത്തിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തിന് ഇപ്പോൾ മാസ് കാറ്റിൽ ഗ്രേവ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമായിട്ട് അറിയപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ ക്രൂഗർ നാഷണൽ പാർക്ക് രൂപപ്പെട്ടതിന് ശേഷം ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളെയും പിന്നെ ഈ തലവന്മാരുടെ സ്മാരകങ്ങളൊക്കെ ഹെറിറ്റേജ് സൈറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 254 ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട് ക്രൂഗറിൽ. ബിഗ് 5 ഈ വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു സഫാരി എക്സ്പീരിയൻസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ അത്യധികം ഭാഗ്യം വേണ്ട മൃഗങ്ങളാണ് ബിഗ് 5. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സഫാരി എക്സ്പീരിയൻസ് ധന്യമായി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഈ ബിഗ് 5 എന്നുള്ള വാക്കിന് ഇത് എങ്ങനെയാണ് വന്നതെന്നറിയാമോ? പണ്ട് കാട്ടിൽ വേട്ടയാടി ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന മൃഗങ്ങളാണ് ഈ ബിഗ് 5s. പിന്നീട് യൂറോപ്യൻ സംസ്കാരത്തിന് വേറൊരു രസത്തിന് വേണ്ടി മാത്രം കൊന്നു തള്ളിയിട്ടുള്ള മൃഗങ്ങളാണ് ഈ ബിഗ് 5. അങ്ങനെയാണ് ഈ ബിഗ് 5 എന്നുള്ള പേര് ഇതിന് വന്നത്. പിന്നീട് ഇപ്പോൾ കാലം കുറേ പുരോഗമിച്ചപ്പോൾ ഈ ബിഗ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ സഫാരിയിൽ കാണേണ്ട ഒരു മൃഗങ്ങൾ എന്നുള്ള ഒരു നാമധേയമായി ഇത് മാറി. ശരിക്കും മനുഷ്യനാണോ ഈ മൃഗങ്ങളെ ഭയപ്പെടേണ്ടത്, അതോ ഈ മൃഗങ്ങളാണോ മനുഷ്യനെ ഭയപ്പെടേണ്ടത്? അപ്പോൾ എൻ്റെ ഈ സഫാരി ഒരു ഫുൾ ഡേ സഫാരി ആയിരുന്നു. അപ്പോൾ കാലത്ത് അതിരാവിലെ 5 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണി വരെയാണ്. ബിഗ് 5-ലെ കാട്ടുപോത്തിനെ നമ്മൾ കണ്ടെങ്കിലും വേറെ മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ തപ്പി നമ്മൾ നോക്കിയപ്പോൾ കുറേ കാറുകൾ അങ്ങനെ നിർത്തിയാണ്. എവിടെയെങ്കിലും ഒരു മൃഗത്തിനെ സ്പോട്ട് ചെയ്താൽ മാത്രമാണ് ഇത്രയധികം കാറുകൾ കൂടിയുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു സിംഹം ഒരു മരത്തിൻ്റെ തണലിലായിട്ട് കിടക്കുകയാണ്. പൊതുവേ ക്രൂഗറിൽ മൃഗങ്ങളെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അതിരാവിലെ 6 മണിക്ക് ക്രൂഗർ നാഷണൽ പാർക്കിനുള്ളിൽ പോവുക, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക്. കാരണം അല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു 40-45 ഡിഗ്രി ചൂടിൽ ഒരിക്കലും മൃഗങ്ങൾ പുറത്ത് വരില്ല, മരത്തിൻ്റെ തണലിലൊക്കെ കിടപ്പുണ്ടാവും. സിംഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പെൺസിംഹങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന കണ്ടു. പെൺസിംഹങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ് നടക്കുക. അതിലൊരു തലവത്തി ഉണ്ടായിരിക്കും ആ സിംഹങ്ങളുടെ. ആൺസിംഹം മെയ്റ്റ് ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് ഈ പെൺസിംഹങ്ങളുടെ അടുത്തേക്ക് വരിക. പ്രകൃതിയുടെ ഒരു രീതി അനുസരിച്ച് ആൺസിംഹവും പെൺസിംഹവും ഒരുമിച്ച് കാണുന്നത് ഹണിമൂൺ സമയത്ത് മാത്രമാണ്. ആ സമയത്ത് ഒന്നിലധികം ദിവസം, ഒരാഴ്ചയോളം അവർ പരസ്പരം ഒരുമിച്ചുണ്ടാവും. പിന്നീട് അവരവരുടെ ഗ്രൂപ്പുകളിലേക്ക് മാറിപ്പോവും. അങ്ങനെയാണ് പൊതുവേ കാണപ്പെടുന്നത്. സൂര്യൻ്റെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് ആ ഒരു ചൂടൊക്കെ മാറിയപ്പോൾ മൃഗങ്ങൾ റോഡിലേക്ക് വന്നു തുടങ്ങി. നമുക്ക് സിംഹങ്ങളെ റോഡിന് അടുത്തായിട്ട് കാണാൻ പറ്റി. ഒന്നിലധികം സിംഹങ്ങൾ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇത് നമ്മൾ സാബി റിവറിൻ്റെ ഭാഗത്തായിട്ടാണ് കൂടുതലും കണ്ടത്. അങ്ങനെ സ്പെസിഫിക് ഏരിയാസ് ഉണ്ട് ക്രൂഗറിൽ മൃഗങ്ങൾ വരാൻ ചാൻസ് ഉള്ള. ക്രോക്കഡൈൽ ബ്രിഡ്ജ്, സാബി റിവർ, കാരണം വെള്ളത്തിനടുത്തായിട്ട് എപ്പോഴും മൃഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഈ മൃഗങ്ങളെ കാണപ്പെട്ടത്. അങ്ങനെ കാണില്ല എന്ന് വിചാരിച്ച ഒരു കൂട്ടം ചീറ്റകളെ നമുക്ക് കാണാൻ പറ്റി. ഈ ചീറ്റകൾ പതുക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. വളരെ നല്ല ഓട്ടക്കാരാണ് ഈ ചീറ്റകൾ. ആക്ച്വലി ഇവരുടെ ബോഡി ഉണ്ടാക്കിയാണ് തന്നെ ആ ഓട്ടം സ്പീഡിന് വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 120 ചീറ്റകളാണ് ഈ ക്രൂഗർ നാഷണൽ പാർക്കിലുള്ളത്. കാറ്റ് ഫാമിലിയിൽ തന്നെ പെട്ട ഒരു മൃഗമാണ് ലെപ്പേർഡ്. അത് ഒരു മരത്തിൻ്റെ മുകളിലിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റി. പിന്നീട് നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മുടെ ഗൈഡ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് എന്തിൻ്റെ ഒരു കാൽപ്പാട് കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ അതിൻ്റെ ഒരു ഷേപ്പ് വരച്ച് അത് ഒരു ഹിപ്പോൻ്റെ കാൽപ്പാടാണെന്നുള്ള ഒരു നിഗമനത്തിലെത്തി. ഇതാണ് നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ഗൈഡിൻ്റെ കൂടെ പോകുമ്പോൾ ഉള്ളൊരു കാര്യം. അതായത് അവർക്ക് ഇതിൻ്റെ പിണ്ടങ്ങളിൽ നിന്നും, മൃഗങ്ങളുടെ പിണ്ടങ്ങളിൽ നിന്നും, കാൽപ്പാടുകളിൽ നിന്നും അത് എത്രത്തോളം ദൂരത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു അറിവ് അവർക്കുണ്ടാവും. ഇത് നമ്മൾ സെൽഫ് ഡ്രൈവ് പോകുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പോൾ ഈ ക്രൂഗർ നാഷണൽ പാർക്കിൽ നമുക്ക് ഇതൊരു വളരെ
എന്താ പറയുക കുറേ കിലോമീറ്റേഴ്സ് ഉള്ള ഒരു പാർക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും ഇടയിൽ. അപ്പോൾ ഈ വൈൽഡ് ആനിമൽസിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് റെസ്റ്റ് എടുക്കൽ നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ പാർക്കുകാർ തന്നെ കുറച്ച് റെസ്റ്റിംഗ് ക്യാമ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പിലാണ് നമ്മൾ. ഇത് കുക്കൂസ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റ് ക്യാമ്പിലാണ്. ഇവിടെ തന്നെ അക്കോമഡേഷൻസും വീടുകളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനത്തെ കാണുന്നതൊക്കെ ഇല്ലേ, ഇവിടെ കുറേ അക്കോമഡേഷൻസ് ഉണ്ട്. കൂടാണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാത്റൂം ഉണ്ട്, പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റെസ്റ്റ് ക്യാമ്പിൽ വന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡായി പോകും. അങ്ങനെ അദ്ദേഹം നമ്മളെ ഒരു തടാകത്തിലേക്കാണ് കൊണ്ടുപോയത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തടാകങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ക്രൂഗറിൽ. കുറേയൊക്കെ വറ്റി വരണ്ട് തുടങ്ങി ചൂട് കാരണം. പക്ഷേ ചിലതിലൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്. അങ്ങനത്തെ ഉള്ളൊരു സ്ഥലങ്ങളിൽ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളെ കാണാൻ പറ്റും. നോക്കും നമ്മൾ എന്താ കണ്ടേന്ന്. നമ്മൾ ഇഷ്ടംപോലെ ഹിപ്പോകൾ ആ ഒരു വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നതും കുറേ സീബ്രകൾ അതിനടുത്തായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പുള്ളിപ്പുലീനെ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു, പുള്ളിപ്പുലീനെ കാണാൻ പറ്റുമെന്നും പറഞ്ഞിട്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു പുള്ളി ആ തടാകത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്ക് കാണാമായിരുന്നു. കുറേ ദൂരത്താണ്, അതുകൊണ്ട് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. That lighter color between the legs, tells me that's the scrotum of a male. So it's the genitals. So that's a male that was moving from the belly. I can see he's been eating. Yeah, I see. Stomach is full. His stomach is full. Stomach is full. Yeah. Not interested anymore. ഗൈഡിൻ്റെ കയ്യിലിരുന്ന ക്യാമറയിൽ നമുക്ക് അതിനെ കാണാമായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് എടുത്തായിരുന്നു. അത് ഓൾറെഡി ഏതോ ഒരു ഇര പിടിച്ച് ആ വയറ് നിറച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അത് ഇര പിടിക്കാൻ സാധ്യതയില്ല. പൊതുവേ സിംഹവും പുലിയൊക്കെ ഇര പിടിക്കുന്നത് 3-4 ദിവസത്തിലൊരിക്കലാണ്. ഇവർക്ക് ഒരു ദിവസം 5-7 കിലോ വരെ ഇറച്ചി വേണം ദിവസവും അവർക്ക് ഭക്ഷിക്കാനായിട്ട്. അവർക്ക് പക്ഷേ ഒരാഴ്ചത്തോളം ഒരു ഭക്ഷണം കഴിക്കാണ്ട് ജീവിക്കാനും പറ്റും. പൊതുവേ അവർ ഇമ്പാലകൾ അല്ലെങ്കിൽ വീൽഡ് ബീസ്റ്റ് അതിനൊക്കെയാണ് വേട്ടയാടുക. സീബ്ര ഇതിനൊക്കെയാണ് വേട്ടയാടുക. ആ പുള്ളിപ്പുലി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ഇമ്പാലകൾ, നമ്മൾ മാനെന്ന് പറയും, ഇമ്പാലകൾ അവിടേക്ക് വന്നു. അപ്പോൾ ഈ ഇമ്പാലകളുടെ ഗ്രൂപ്പിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിന് ഒരേ ഒരു ആണായിരിക്കും തലവൻ. ആ കൊമ്പുള്ളവനുണ്ടല്ലോ, ഇപ്പം നടന്നു വരുമ്പോൾ ഏറ്റവും വളഞ്ഞ കൊമ്പുള്ള അവനാണ് ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ. അതിൽ ബാക്കിയുള്ളതൊക്കെ പെണ്ണുങ്ങളാണ്. ഇവൻ ആക്ച്വലി ഈ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. കാരണം അടുത്ത ബ്രീഡിങ് സീസണിൽ ഇവന് മേറ്റ് ചെയ്യാനായിട്ട് ഈ പെണ്ണുങ്ങൾ ആവശ്യമുണ്ട്. അതാണ് ഇവൻ എവിടെയൊക്കെ പെണ്ണുങ്ങൾ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഇവൻ വന്നിട്ട് ആ പെണ്ണുങ്ങളെ ഒരു കൂട്ടമായിട്ട് നയിക്കും. ഈ കൂട്ടത്തിൽ വേലി ചാടി പോണ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ, ഇമ്പാലകൾ. പക്ഷേ ഈ തലവന്മാർ അതുകൊണ്ടാണ് ഇവരുടെ പിന്നാലെ നടന്ന് വായോ വായോ എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ ചേർത്ത് കൊണ്ടുപോകുന്നത്. ഈ തലവന്മാർക്ക് ഒരേ ഒരു ജോലിയുള്ളൂ, ഈ സ്വന്തം ഈ ഹേർഡിനെ, സ്വന്തം പെണ്ണ് കൂട്ടത്തിനെ സംരക്ഷിച്ചു കൊണ്ട് നടക്കലാണ് ഈ തലവന്മാരുടെ ജോലി. മാത്രമല്ല ഏറ്റവും നല്ല മുന്തിയ ഒരു പെണ്ണായിരിക്കും ഈ തലവൻ്റെ, ഒരു റാണി പോലെയുള്ള ഒരിത്. അവൾ പറയുന്നതായിരിക്കും ബാക്കിയുള്ള പെണ്ണുങ്ങൾ കേൾക്കേണ്ടത്. ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു പുരുഷൻ ഉണ്ടാവേനില്ല ജീവിതത്തിൽ, അതാണ്. അപ്പോൾ ഒരു റാണിയായി തീരുക എന്നുള്ളതാണ് ഈ ഓരോ ഇമ്പാല പെണ്ണുങ്ങളുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. പിന്നീട് നമ്മുടെ യാത്രയിൽ നമ്മൾ കണ്ട രസകരമായൊരു കാര്യമാണ് ആനക്കൂട്ടം. ഒരുപാട് ആനകൾ ഒരു ഏരിയയിൽ നിറയെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളും ഉണ്ട് ഈ ആനകളുടെ ഇടയിലായിട്ട്. അവർ നല്ല രസത്തിൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ച് തിമിർക്കണ ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. വളരെ മനോഹരം തന്നെ പറയണം ഇത്ര അധികം ആനകളെ നമ്മൾ കണ്ടപ്പോൾ. പിന്നീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രസകരമായ ഒരു കാര്യം കണ്ടു. അതാണ് ഒരു ആന മണ്ണിൻ്റെ അടിയിൽ ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ഉള്ളപ്പോൾ ആനയ്ക്ക് അതിൻ്റെ തന്നെ ഒരു സെൻസുകളൊക്കെ ഉപയോഗിച്ച് മണ്ണിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയാനും അങ്ങനെ അവരൊരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം
വലിച്ചു കുടിക്കാനും ആനയ്ക്ക് കഴിയും. അതാണ് നമ്മൾ കണ്ടത്. എനിക്ക് ഇതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നു അത് കാണാൻ നല്ല ഒരു രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം, ആന വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു കാഴ്ച. ഒരുപാട് രസകരമായ കാഴ്ചകളാണ് ക്രൂഗർ നിറയെ. വന്യമൃഗങ്ങളുടെ ഇടയിൽ കണ്ണു അടച്ചിരുന്ന് ആ ഒരു പ്രകൃതിയുടെ സ്വരമൊക്കെ കേട്ടിരിക്കുക തന്നെ വളരെ ആനന്ദകരമായ ഒരു അനുഭവമാണ്. നമ്മളുടെ ഗൈഡ് നമ്മളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് ആ പ്രകൃതിയുമായി നമ്മൾ ഒത്തുചേർന്ന് ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞായിരുന്നു. അതിലും വിട്ട ഒരു അനുഭൂതിയുള്ളൊരു അനുഭവം ഇല്ല. അത്ര രസമായിരുന്നു അത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട്. ഒരു ദിവസം മുഴുവൻ ഞാൻ കണ്ട കാഴ്ചകളിലെ ഏറ്റവും രസകരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് JR360 എന്ന് പറഞ്ഞ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരയ്ക്കും ഇത് നിങ്ങളുടെ ഐശ്വര്യ രാം സൈനിങ് ഓഫ് ഫ്രം AR360. അപ്പോൾ ഇതിലും നല്ലൊരു അനുഭവമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.